ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ കുറച്ച് തുടങ്ങിയെന്ന് ഞാൻ ഷെൽട്ടറൊക്കെ സെറ്റാക്കി എന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് വരുന്നത് എൻ്റെ അനിയൻ പറഞ്ഞ് തുടങ്ങാൻ. അപ്പോൾ നമ്മൾ തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി നമ്മളൊന്ന് സെറ്റായി വരുന്നുള്ളൂ. നമുക്കിപ്പോൾ ഉള്ളത് വുഡൻ ടൂൾസ് അല്ല, സ്റ്റോൺ ടൂൾസാണ്. ഈ സ്റ്റോൺ ടൂൾസ് വെച്ചിട്ട് നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫർണസ് ഉണ്ടാക്കണം, ഫുഡൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ. ഫർണസ് ഒന്നും ആയിട്ടില്ല, അതായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കോബിൾ സ്റ്റോൺ ഉണ്ടല്ലോ, അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആയിട്ടില്ല. ഇനി രാവിലെ ആവണ വരെ ഞാനിങ്ങനെ നിൽക്കാം. അതാണ് വെരി ബോറ്. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ. ഞാൻ അവിടെ കുറച്ച് കോല് കണ്ടുപിടിച്ചു, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം എൻ്റെ അടുത്ത് സോംബികളാണ് നിറച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർമറും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഉള്ള ആർമറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്, കാരണം കളിക്കാമെന്ന് പറ്റണമെന്നില്ല. എപ്പോഴും നമ്മൾ കോള് കിട്ടി. കോളിട്ടുണ്ടെങ്കിൽ ഉപകാരം ഈ സ്റ്റോണ് ഫർണസിൽ സ്മെൽറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. കുറേ കോളുണ്ട് ഇവിടെ. കുറച്ച് അയൺ തരാനില്ല, അത്രയും നല്ലതായിരുന്നു. പക്ഷെ ഇവിടെ തുള്ളി അയണില്ല. അപ്പോൾ നമുക്ക് മൈൻ ചെയ്യാൻ ഇറങ്ങാം. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഫുഡ് കാണാനുണ്ട് നമ്മളേക്ക് കുറേ. പിന്നെ തുടക്കിയ പാടല് അവിടെ ഞാൻ സ്പോൺ ആയ സ്ഥലത്ത് തന്നെ വാട്ടർ മെലൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് മുറിച്ചെടുത്ത് ഇതുണ്ടായി. അപ്പോൾ വാട്ടർ മെലൺ മുറിച്ചെടുത്ത് അതതിന് കഴിച്ചിന്. അതുകൊണ്ട് ഹെൽത്ത് അങ്ങനെയൊന്നുമില്ല, ഫുഡുണ്ട്, ആൽക്കഹോള്. ഇപ്പോൾ അതിൻ്റെ ബാക്കിലടുത്ത ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് അയൺ കിട്ടിയെന്നൊക്കെ സുഖമായിരുന്നു. അയൺ ആർമർ ഉണ്ടാക്കാം. അയൺ ആർമറല്ല, അയൺ ടൂൾസും കൂടെ കൊണ്ട് ആദ്യം ഉണ്ടാക്കില്ല നമ്മളെല്ലാവരും. അപ്പോൾ അയൺ ടൂൾസും കൂടെ ഉണ്ടാക്കി തുടങ്ങിയിട്ടാണ് അയൺ ആർമർ ആക്കുന്നത്. ഇപ്പോൾ കഴിക്കല്ലാതെ വേറെ വഴിയില്ല. ഇത്രയും ക്വാളിറ്റിക്കത്ര ഉപകാരമൊന്നുമില്ല, എന്നാലും എന്തൊരു ഇത് ഞാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ട് ഗായ്സ്. ഇത് പിന്നെ നമുക്ക് മൈൻഡ് ചെയ്യാം. ഇപ്പം നമുക്ക് അടിയിലേക്ക് മൈൻഡ് ചെയ്ത് പോവാം. ഈ കഷ്ടപ്പെടാം. ഇവിടെ ഇനി നമുക്ക് കുറച്ച് ഈ കോളൊക്കെ ആദ്യം ഇങ്ങോട്ട് എടുക്കട്ടെ. കുറച്ച് മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്കൊക്കെ നല്ല രസമാണ്, കാരണം കളിച്ചാൽ നല്ല രസമാണ് ഈ ഗെയിം. വുഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ പൂട്ടി വരണം, അതാണ് അടുത്ത പണി. കുറേ കിട്ടി കളിച്ച് എനിക്ക് ആവശ്യത്തിന് പോകുന്നു. ഇനി മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം മൈനിങ്. നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. പിക്കാക്സ് കുറച്ചും കൂടി കഴിഞ്ഞാൽ പൊട്ടും, ഇപ്പം തന്നെ പൊട്ടുന്നില്ല. ചേട്ടാ ഒന്നും നമ്മളെ കൊണ്ട് ആവശ്യം. നമുക്കെന്തായാലും ഗെയിം കളിച്ചാൽ മതി. അപ്പോൾ ഞാൻ അത്ര പ്രോ ഗെയിമറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇക്കൊന്ന് എങ്ങനെയൊക്കെ ചെയ്യണം, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരട്ടോ ഗായ്സ്, കമൻറ്റ് ചെയ്തിട്ട്. കാരണം ഞാനൊരു നൂബ് പ്ലെയറാണ്. കാരണം ഞാൻ കൂടുതൽ ക്രിയേറ്റീവ് കളിക്കരുത്, സർവൈവൽ കളിക്കലില്ല. അതുകൊണ്ട് ഒരു ചെറിയ നൂബിങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളത് തിരുത്തി തരണം ഗായ്സ്.
നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കാം. കുറച്ച് ടോർച്ച് ഉണ്ട്. ഇനി ഇതുകൂടെ ഒന്ന് പൊട്ടിച്ചിട്ടത് കത്തി കയറ്റി വെക്കാം. ഫസ്റ്റ് പിക്കാക്സ് പൊട്ടാനായിട്ടില്ല, ഇനി പൊട്ടും. സോറി ഇത് ലാസ്റ്റ് പില്ലറല്ലേ ഇനി ഇത്രയും നമ്മൾ ആയത്ത് കൊന്നിക്കണേ. ഇപ്പോൾ അയണൊന്നും കിട്ടിയിട്ടില്ല, ഇനി കിട്ടുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് മേലെ കയറി വെക്കാം. കാരണം നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് പുറത്ത്. നമ്മളിപ്പോൾ ഉള്ളിൽ ഇരുന്നിട്ട് കിട്ടണം. അതിൽ നിന്ന് കോബിൾ സ്റ്റോണൊക്കെ കിട്ടി. ഇപ്പം ക്രീപ്പറാ അതിനകത്ത് പ്രശ്നമുണ്ട്. അതിൻ്റെ അനിയനാണ് ഗൈസ്, അത് കാര്യം കണ്ട. അവൻ പെട്ടെന്ന് അലറിയതാണ്. കാരണം എനിക്ക് ക്രീപ്പറൊക്കെ വളരെ പേടിയാണ്, അതുകൊണ്ട് അവ അലറിയതാണ്. അത് നിങ്ങൾ കാര്യം കണ്ട ഗൈസ്. നമ്മളൊക്കെ എന്തോ ഒരു ലക്കുകൊണ്ട് ഞാൻ കുറച്ച് തോനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഡോറുണ്ട് നമുക്ക്. ഇനി ക്രീപ്പർമാരെ പേടിക്കണം. ഇപ്പോൾ നമുക്ക് മൈനിങ്ങിനുള്ള സ്ഥലം തപ്പിപ്പോകണം. ഇത് കേവ് ഗൈസ്. ഈ കേവ് എന്തെങ്കിലും ഉണ്ടോ നോക്കുന്ന കാര്യം. കോള് വേണ്ട, കോള് നമ്മളെ കുറേ ഉണ്ട്. അയം എന്നാണ് എൻ്റെ ലക്ഷ്യം. അടികൾ തോന്നി. നമുക്ക് ഇന്ന് ഡേറ്റിലിറങ്ങാം. ബോയ്സ് മോബ് റിങ് കിട്ടി. ബോ ഉണ്ടാക്കിയിട്ട് ആയിട്ട് നമുക്ക് ആക്രമിക്കണി ഇരിക്കണോണ്ടാണ് കേസ്. നിങ്ങളാരെങ്കിലും അയൺ കണ്ടിട്ടുണ്ടെങ്കിൽ പറയട്ടോ. ഞാൻ തപ്പുന്നുണ്ട്, തപ്പിയിട്ട് കിട്ടുന്നില്ല. കാരണം നമുക്ക് അയണാർമർ അത്യാവശ്യമാണ്. ഈ കേവ് ഇവിടെ അവസാനിച്ചില്ല. ഇവിടെ ഇനി അപ്പുറത്ത് കൂടെ വഴി ഉണ്ടായി. ഓ അയൺ അത് ഓടുന്ന കേസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഓ കുറച്ച് അയണല്ലോ തോന്നുന്നുണ്ട്. ഫർണസ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഒരു മനസ്സിലാക്കി ടോർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് നമുക്ക് അറിയത്തില്ല. ഈ കേവ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഒരു തുള്ളി അയണ് കിട്ടിയിട്ടില്ല. ഓ ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടോ? ഓ അയണ്. അപ്പോൾ അയണ് എടുക്കുക. അപ്പോൾ അയണ് നമ്മളെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്ര തോന്നൊന്നും ചെയ്യാം, പക്ഷെ എന്നാലും ഞാൻ പോകാൻ നിൽക്കേ. അയൺ ടൂൾസ് ആക്കിയിട്ട് വേണം കുറച്ച്. ആദ്യം നമുക്കൊരു ഷീൽഡൊക്കെ ഉണ്ടാക്കാം, എന്നിട്ട് അങ്ങനെ ഉണ്ട് തുടങ്ങും. ആദ്യം തന്നെ കത്തി ഉണ്ടാക്കി അടിക്കാൻ നിൽക്കും. ഞാൻ വേണമൊക്കെ അടിക്കും, കാരണം എനിക്കതൊന്നുമില്ല. എനിക്ക് മൈൻക്രാഫ്റ്റ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ കണ്ടതിൽ 2 സ്ഥലത്താണ് അയണുള്ളത് കേട്ടോ. 2 സ്ഥലത്തുനിന്ന് അത്യാവശ്യം അയൺ കിട്ടിയിട്ടുണ്ട്. എത്ര അയണൊന്നും എനിക്കറിയില്ല. പുറത്ത് കറങ്ങട്ടെ. പോയി ബേസോടെ. ഓ വാട്ടർമെലൻ.
ഇനി ഞാൻ വേഗം ബേസിലേക്കൊന്ന് പോട്ടെ. ഒരു പില്ലർ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇതാണിപ്പോൾ ഞാൻ വന്ന വഴിയെന്ന് തോന്നുന്നു. ഇത് കേവിൻ്റെ അവസാനം. കോള് കുറേ ഉണ്ട്. എന്തിനാണെന്ന് കോള്? നമുക്ക് കോളിൻ്റെ ആവശ്യം വളരെ കുറവാണ്. അപ്പോൾ ഇവിടെയാണ് ഈ കേവിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പണി പോകും. ഇതല്ലേ വഴി. എല്ലായിടത്തും ടോർച്ച് വെച്ചുകൊണ്ട് ആകെ പെട്ടു. ഓ കിട്ടി 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 വഴി കിട്ടി. അപ്പം നമുക്ക് ആ കേവ് ആക്കാം നമ്മളെ ബേസ്. ഞാനവിടെ ഗൈസ് നമ്മളെ ബേസ് അവിടെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കണ്ട് ഞാൻ ബേസ് ഉണ്ട്. മനസ്സാക്കായി ഇപ്പോൾ വിശക്കണില്ലേ. ആ ഒരു ധൈര്യത്തിലിട്ട് ഞാനിങ്ങനെ നന്നു. കേവ് ഞാനിവിടെ കാണുന്നുണ്ട്. ഇത് ചെറിയ കേവോ വലിയ കേവോ? വലുതാണ്. അല്ല വലിയ കേവ്. ഇതൊക്കെ എന്തിനാണ് കഴിച്ച ആൾക്കാരെ പറ്റിക്കുക? സ്മോൾ, വെരി സ്മോൾ. ഞാൻ വലിയ കേവ് വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് ചെറിയ കേവ്. ഇവിടെ അയണ് അങ്ങനെ കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മൾ വന്നതല്ല. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മളെ ബേസൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് മതി. Where is my base? അവിടെ ആണെങ്കിൽ കേവെങ്കിൽ നമ്മൾ എങ്ങനെ പോകേണ്ടത്? ഒക്കെ നമ്മൾ മറന്നുപോയി. ഇതൊരു സ്ഥലം. ഗായ്സ് പണി പോളി. ഇതൊക്കെയാണ് വഴി. ഇത് നമ്മൾ കേവ്. നമ്മൾ ഹെൽത്ത് പറഞ്ഞു. എത്തി നമ്മൾ ബേസുകൾ ഹെൽത്ത്. എനിക്കാകെ ഒരു സൂചന ഈ കേവായി. ഇതും കൂടി എങ്കിൽ ഞാൻ ചത്തു. ആ ഡോറ് കണ്ട. ഇനി ഇപ്പോൾ നമ്മളാ കേവിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിക്കൊണ്ടിരിക്കുക. ഇനി വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടാകും നമുക്ക്. ജംഗിളിൽ മാത്രമല്ലല്ലോ. ഈ മലയിലോടെങ്കിലൊക്കെ ഉണ്ടാണെങ്കിൽ നമുക്ക് ഞാൻ മേലെ കയറി പോട്ടെ. ഓക്കെ വന്നിട്ട് കാണുകയില്ല. പക്ഷെ നമുക്ക് പില്ലർ ഇട്ട് വെക്കണം. ഒരു വഴി കിട്ടുകയുള്ളൂ. രാത്രി ആവാനായി തോന്നുന്നു. എൻ്റെ ബെഡില്ല. എന്താട്ടും ബെഡില്ല. അപ്പുറത്ത് ഡെസേർട്ട്. പൊളിച്ച്. ഈ ഡെസേർട്ടും ഉണ്ട്. പിന്നെ റെഡ് ഒക്കെ അങ്ങനത്തെ സ്ഥലമുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അവിടെ ഉണ്ട്. ആ വീട്ടിനുള്ളിൽ കയറട്ടെ. പറ്റ് ഫർണസ് ഉണ്ടാക്കുക. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഒറ്റ മതിയല്ലേ. ഒരു ഫർണസ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതിൽ അയണുണ്ട്. അയൺ ഇൻകട്ടാക്കട്ടെ. എന്നിട്ട് നമുക്ക് അയൺ ആർമർക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഭക്തൊക്കെ ഒന്ന് വയറ് വെക്കാനല്ലാതെ അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൊട്ടണ മുമ്പ് നമ്മൾ എങ്ങനെയാണ് അടിയെത്തണം. അപ്പം നമ്മളെ പ്ലാൻ ഡയമണ്ട് ആർമർ അങ്ങനെ ആയിട്ട് വേണ്ട ഡയമണ്ട് കളിക്കാൻ. അപ്പോൾ നമുക്ക്
ഇനി ഞാൻ കുറച്ചേരം കൂടെ അങ്ങനെ കളിക്കുന്നുള്ളൂ, കാരണം ഞാൻ നിങ്ങളെ ഓവർ ബോറടിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കടക്കണം. ഇതിൻ്റെ പാർട്ട് 2 ചോദിക്കുന്നവർക്ക് ഞാൻ തരാം. ഞാൻ തരേണ്ടി ഒരയൺ. ഇപ്പോൾ എത്ര അയൺ ഉണ്ട് ഗായ്സ്? ഇപ്പോൾ കുറേ അയൺസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര അയൺ വെച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ കോബിൾ സ്റ്റോൺ ഇട്ട് നിൽക്കണമെങ്കിൽ ഒരു 1 കോബിൾ സ്റ്റോൺ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അയൺ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി അയണിൻ്റെ കാര്യത്തിൽ സംശയമില്ല. നമുക്കിപ്പോൾ ഇനി അയൺ ആർമർ ആവാനായിട്ടില്ല. ആർമർ ആവുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. നമുക്ക് മൈനിങ്ങിൽ അത്യാവശ്യം അടിയിലെത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഇനി നമുക്ക് ഇനിയും കുഴിച്ച് പോവാം. അപ്പോൾ നമുക്ക് ടോർച്ച് വെക്കണം. ബൈ. അയ്യോ പൊട്ടാൻ ഇനിയിപ്പോൾ മേലെ കയറേണ്ടി വരും. പൊട്ടിക്കഴിഞ്ഞാൽ മേലെ കയറാം. പൊട്ടാനായി പറഞ്ഞിട്ട് നമ്മൾ കാരണമായി. ഞാനിപ്പോൾ എന്തിനാ എങ്ങനെ വെച്ച് വെച്ചാൽ ഒരേ ഒരു കാരണം വന്നു. കോള് കുറേ ഉണ്ട്, ആവശ്യം വരും നമുക്ക്. ഇതൊക്കെയാണ് കൂട്ടം. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടി അടിക്ക് പോകുന്നു. പിന്നെ മേലെ പോയിട്ട് എന്തുകൊണ്ടായിരുന്നു ഇവിടെ വിളിച്ചിട്ട് അപ്പം അതും പോയിട്ട് ഞാൻ എൻ്റെ അയൺ ടൂൾസ് കാക്കുക. അയൺ ടൂൾസ് ആക്കി നമുക്ക് കണ്ട് വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യാം അല്ലേ? അതല്ലേ ബെറ്റർ. ഓക്കെ, എൻ്റെ അനിയ പറഞ്ഞിരിക്കുന്നത് ആദ്യം നമുക്ക് അതിൻ്റെ ഒപ്പം ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് അയൺ ടൂൾസ് ആക്കണം. 15 ആയിട്ടുണ്ട്. ഈ 6 വെച്ചിട്ട് ഈ 15 എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ. ഇനിയിപ്പോൾ സ്റ്റോണ് മാറ്റി ഒരു അയ്യോ അല്ല വേറെ ഒന്ന് ആക്കിയൊക്കെ 2 അയ്യോ പിക്കാക്സ് 2 ഉണ്ട്. ഇനി ആക്സ് ഉള്ളതില്ല സ്വാഡ് എത്ര ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടാവും കണ്ടല്ലേ. ഒരു സ്വാഡ് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ സ്വാഡ് ഓക്കെ റെഡിയായി. അപ്പോൾ ഇതൊക്കെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് എവിടെ? ചെസ്റ്റ് ബാരൽ ഉണ്ടാക്കിയാൽ ബാരൽ സ്റ്റിക്ക്